തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രമുള്ള അസമിൽ നുഴഞ്ഞുകയറ്റ വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കി ബി.ജെ.പി. അമിത്ഷാ ഗുവാഹത്തിയിൽ നടത്തിയ പ്രസംഗത്തോടെയാണ് നുഴഞ്ഞുകയറ്റത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നത്. ഷായുടെ പ്രസംഗത്തിനെതിരെ TMC നേതാവ് മഹുവ മൊയ്ത്രയും ഗൗരവ് ഗൊഗോയും തിരിച്ചടിച്ചു. ഇതിനോട് പ്രതികരിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും രംഗത്തു വന്നിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നവർ ഒരു കാരണവശാലും അസമിനെ നയിച്ചുകൂടാ. വെള്ളിയാഴ്ച ഗുവാഹത്തിയിൽ നടന്ന BJPയുടെ റാലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു, असम का नेतृत्व बार बार पाकिस्तान जाने वाला नेता नहीं कर सकता। असम का नेतृत्व घुसपैठियों को एंक्रोचमेंट कराने वाले लोगों को नहीं दिया जाता। असम का नेतृत्व भ्रष्टाचारियों को नहीं दिया जाता। असम का नेतृत्व नरेंद्र मोदी और यहाँ पर हेमंत बिश्व शर्मा के नेतृत्व में चलेगी। അസമിലെ ഭൂമി നുഴഞ്ഞുകയറ്റക്കാരോ ഇടയ്ക്കിടെ പാകിസ്ഥാനിൽ പോയി വരുന്നവരോ കൈയടക്കരുത്. ആദിവാസി ഭൂമി വിവാഹത്തിലൂടെ കവർന്നെടുക്കാനും അനുവദിക്കില്ല. അസം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും ഹിമന്ത ബിശ്വ ശർമ്മയും ചേർന്നാണ്. ഇനിയും അസമിനെ നയിക്കേണ്ടത് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുന്നവർ തന്നെ. അമിത്ഷായുടെ വാക്കുകൾ വലിയ കയ്യടിയോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. ഗുവാഹത്തിയിൽ BJPയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത പഞ്ചായത്ത് പ്രതിനിധി സമ്മേളൻ എന്ന മഹാസമ്മേളനത്തിലായിരുന്നു ഷായുടെ പ്രസംഗം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ BJP പ്രതിനിധികളുടെ സംസ്ഥാനതല യോഗമായിരുന്നു ഇത്. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ച് സംസ്ഥാനത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ല അസമിനെ നയിക്കേണ്ടത് എന്ന കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയ്ക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇത്. വോട്ടർ അധികാർ യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനോട് തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര അതേ ശൈലിയിൽ തിരിച്ചടിച്ചു. രാജ്യസുരക്ഷ കേന്ദ്ര സർക്കാരിന്റെയും അമിത്ഷായുടെയും കയ്യിലാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യത്തിന്റെയും ചുമതലയും അതിർത്തികളുടെ നിയന്ത്രണവും കേന്ദ്രത്തിനാണ്. എന്നിട്ടും নুഴഞ്ഞുകയറ്റമെന്ന് ഇടയ്ക്കിടെ വിലപിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പരാജയമെന്നർത്ഥം. മൊയ്ത്ര പ്രതികരിച്ചു, যে স্বরাষ্ট্রমন্ত্রী এবং যে স্বরাষ্ট্রমন্ত্রক দেশের বর্ডারকে রক্ষা করতে পারে না, যে প্রধানমন্ত্রী নিজেই বলছে যে বাইরে থেকে লোক এসে আমাদের মা বোনদের দিকে নাকি চোখে নজর দিচ্ছে, নাকি কি চোখ মেলাতা হিন্দিতে কি একটা বললো নাকি শব্দ, আমাদের জমি দখল করে দিয়েছে। ভাই তার দোষটা কার? দোষটা আমাদের না দোষটা আপনার? এখানে BSF তো রয়েছে, BSF তো কি আমরা BSF এর ভয় থাকি ভাই? ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ മഹുവ മൊയ്ത്രയ്ക്കെതിരെ BJP പ്രവർത്തകരുടെ വൻ സൈബർ ആക്രമണവും തുടങ്ങി. മഹുവയോട് പ്രതികരിക്കാനില്ലെന്നും അത് അവഗണിക്കുന്നുവെന്നുമായിരുന്നു അസം മുഖ്യമന്ത്രി ഹിമന്തയുടെ പ്രതികരണം. ബംഗ്ലാദേശികൾക്ക് വേണ്ടി വാദിക്കുന്നവരോടുള്ള മറുപടി അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞതാണെന്നും ഹിമന്ത ANIക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി. ഏതായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസമിൽ നുഴഞ്ഞുകയറ്റ വിഷയം സജീവമാക്കി നിർത്തുക എന്ന തന്ത്രം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് BJP. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.